കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് 2025 മാർച്ച് 10 നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങുന്നത്. അതായത് മാർച്ച് 2 മുതൽ കലശം തുടങ്ങും. സഹസ്രകലശ അഭിഷേകമാണ്. മാർച്ച് 2 ദീപാരാധനയ്ക്ക് ശേഷമാണ് ആദ്യത്തെ കലശം തുടങ്ങുക. സഹസ്രകുടത്തിലുള്ള അഭിഷേകത്തിനെയാണ് സഹസ്ര കലശം എന്ന് പറയുന്നത്. കലശ ചടങ്ങുകൾക്ക് ശേഷം രാവിലെ ഏകദേശം ഒരു 9:30-10 മണി ഒക്കെ കഴിഞ്ഞ ശേഷം ആനയില്ല ശീവേലിയാണ് ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഗുരുവായൂരപ്പന് ഇത്രയൊന്നും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ആനയെ ഏക്കത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അന്ന് നടക്കാതെ, അതായത് പൈസ കൊടുത്ത് കിട്ടാതെ ഇരിക്കുകയും അന്നത്തെ കീഴ്ശാന്തി കയ്യിൽ തിടമ്പെടുത്തിട്ടാണ് പ്രദക്ഷിണം ശിവേലി നടത്തിയത്. അപ്പോൾ അത് കണ്ട് എന്ന് പറഞ്ഞാൽ ഐതിഹ്യമാണ്. തൃക്കണ്ണാമതിലകത്ത് നിന്ന് ആനകൾ കൂട്ടത്തോടെ ഓടി വന്നു എന്നാണ് ഐതിഹ്യം. ആ ഒരു ഐതിഹ്യത്തിൻ്റെ പെരുമയിലാണ് ഇന്നും നമ്മളെ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ഉത്സവത്തിൻ്റെ അന്നത്തെ ദിവസം, അതായത് ഇപ്പോൾ മാർച്ച് 10 ആനയൂട്ടം ഉണ്ടാകുന്നത്. വൈകുന്നേരം ഒരു 3 മണിക്കാണ് തുടങ്ങുക. 5-6 ആനകൾ ഉണ്ടാവും, 6-7 ആനകൾ. അതിൽ 3 ആനയൊക്കെയാണ് ഓടി വരിക. അതിൽ ഓടി വന്ന് ജയിക്കുന്ന ആനയാണ് പിന്നത്തെ 10 ദിവസവും ആ അമ്പലത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ആ ആനയ്ക്ക് അവിടെ താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അന്ന് ആ 10 ദിവസവും ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള ആ ഒരു ഭാഗ്യം ആ ആനയ്ക്കാണ് കിട്ടുക. വിജയിയായ ആനയ്ക്കാണ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് കൊടിയേറ്റം ഉണ്ടാവുക. രാത്രി ഒരു 8-നും 9-നും ഇടയ്ക്കൊക്കെയാണ് ഏകദേശം വരിക കൊടിയേറ്റം. രാവിലെ കലശവും ഉച്ചയ്ക്ക് ശേഷം ആനയോട്ടവും അതിനുശേഷം കാഴ്ചശീവേലിയും ഒക്കെയാണ്. പിന്നെ പ്രസാദകൂട്ടിന് കഞ്ഞിയും പുഴുക്കുമാണ് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് തുടങ്ങുക. രാവിലെ 9 മുതലാണ് കഞ്ഞിയും പുഴുക്കും തുടങ്ങുക. പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് ഉണ്ടാവുക. വൈകിട്ട് രസകാളനോട് കൂടിയ സദ്യയാണ് വൈകിട്ട് ഉണ്ടാവുക. ഈ രാവിലത്തെ കഞ്ഞിയും പുഴുക്കുമൊക്കെ പകർച്ച കൊടുക്കും. അതായത് ഗ്രാമത്തിലുള്ള എല്ലാ ഭക്തരും എല്ലാവരുടെ വീട്ടിലും അന്ന് ഈ ദിവസങ്ങളിൽ സാമ്പത്തിക, അതായത് ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഗുരുവായൂരപ്പൻ്റെ ദൃഢനിശ്ചയമാണ്. എല്ലാവർക്കും പകർച്ച കൊടുക്കും ഉത്സവ സമയത്ത്. ഈ ശ്രീലകത്തു നിന്നുള്ള ദീപം കൊണ്ടാണ് ഈ അടുപ്പ് ആദ്യം തന്നെ കത്തിക്കുക. പുറത്തെ അടുപ്പ് കത്തിക്കുന്നത് ശ്രീലകത്തു നിന്ന് ദീപം കൊളുത്തിയിട്ടാണ്. ഉത്സവം 2-ാം ദിവസം ആണ്. അതിനുശേഷമാണ് പന്തീരടി പൂജയ്ക്ക് ശേഷം ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. അതേപോലെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം പുറത്ത് വടക്കേ നടയിൽ പഴുക്കാമണ്ഡപത്തിൽ, സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. ഭഗവാനെ ഉത്സവകാലത്ത് മാത്രമേ പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുകയുള്ളൂ. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എത്ര സമയം നമുക്ക് കൂടുതൽ ഭഗവാനെ ദർശിക്കാൻ കഴിയുമോ, നാമജപത്തോടു കൂടി ആ പഴുക്കാമണ്ഡപത്തിൽ ഉള്ള ഭഗവാനെ ദർശിക്കാൻ കഴിയുമോ അത്രയും പുണ്യമാണ് എന്നാണ് എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 8-ാം ദിവസം 8-ാം വിളക്കാണ്, ഉത്സവത്തിൻ്റെ 8-ാം വിളക്കാണ് ഏറ്റവും പ്രധാനം. ഉത്സവ ബലിയാണെന്ന്. ഉത്സവ ബലി എന്ന് പറഞ്ഞാൽ 33 കോടി ദേവകൾക്കും ആ ബലി തൂവുന്ന ചടങ്ങാണ്. അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ആ ഒരു ചടങ്ങാണ് ബലി തൂവൽ 8-ാം വിളക്ക്. പിന്നെ 9-ാം ദിവസമാണ് പള്ളിവേട്ട. ആ പള്ളിവേട്ട ദിവസം കൊടിമരത്തിന് ചോട്ടിലാണ് ദീപാരാധന ഉണ്ടാവുക. പിന്നീട് ഗ്രാമപ്രദക്ഷിണമാണ്. അതായത് രാജകീയ ഗുരുവായൂരപ്പൻ രാജാവായിട്ട് ആ രാജകീയ പ്രൗഢിയോടുകൂടി ഗ്രാമപ്രദക്ഷിണം നടത്തുകയാണ്.
അന്ന് പറകളുണ്ടാവും, ധാരാളം പറകൾ. അപ്പോൾ അതിൻ്റെ ആ പറകളെടുക്കലും ഭക്തർക്ക് എല്ലാവർക്കും പറകൾ വെക്കാൻ പറ്റുന്ന ആ സമയമാണത്. ഇപ്പോൾ ഭഗവതിയുടെ ഉത്സവത്തിന് പറകളുണ്ടായിരുന്നു, അതുപോലെ ഗുരുവായൂരപ്പൻ്റെ അതിൻ്റെ ഇരട്ടി ഇരട്ടി ആളുകൾ പറ വയ്ക്കും. നിറച്ചും പറകളായിരിക്കും. നമുക്ക് ഏത് സ്ഥലത്തും സ്ഥലം കിട്ടാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ പറകളൊക്കെ വെച്ച് ഗ്രാമപ്രദക്ഷിണം ഉണ്ടാവും. അതിലും വളരെ ശരിക്കും രാജകീയ പ്രൗഢിയിലാണ്. അപ്പോൾ സൈനിക വേഷത്തിൽ കൃഷ്ണാട്ടം കലാകാരന്മാർ മുൻപിലിങ്ങനെ നടക്കും. അതൊരു കാഴ്ച തന്നെയാണ്. പിന്നീട് പള്ളിവേട്ടയാണ് വരിക. പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ ഭഗവാനെ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം 9 പ്രാവശ്യം, അതായത് പലതരത്തിലുള്ള ആ മൃഗങ്ങളെ, പക്ഷികളെ ഒക്കെ 9 പ്രാവശ്യവും ആ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിലൂടെ ഓടിച്ച് ഭഗവാൻ ആനപ്പുറത്ത് ഓടിച്ച് അമ്പെയ്ത് വേട്ടയാടിയിട്ട് ഉള്ള ആ ഒരു കാഴ്ചയാണ്. അതും വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ഭയങ്കര ശബ്ദമുഖരിതമായ നല്ല കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന തരത്തിലാണ് ആ പള്ളിവേട്ട ചടങ്ങുകൾ. അങ്ങനെ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം സമുദ്രം പോലെ ആയിരിക്കും ജനങ്ങൾ. അത് ഉള്ളിലെത്തിയിട്ട് ഭഗവാന്റെ അതിന് സമ്മാനം കൊടുക്കലൊക്കെ ഉണ്ട് ദേവസ്വം വക. അത് കഴിഞ്ഞ് പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുക ഭഗവാൻ നമ്മുടെ മണ്ഡപത്തിലാണ്. അത് ശരിക്കും ശയ്യാഗ്രഹമായിട്ട് ആണ് അവിടെ ആ മണ്ഡപത്തിനെ അന്നത്തെ അതിലേക്ക് രൂപീകരിക്കപ്പെടുക. ശരിക്കും ജീവനുള്ള പട്ടുനൂൽ പുഴുക്കളെ കൊല്ലാതെ ഉണ്ടാക്കുന്ന പട്ടുകൊണ്ടാണ് ഭഗവാന് കിടക്ക വിരിക്കുക. ഏകദേശം പള്ളിവേട്ട കഴിയുമ്പോഴേക്ക് തന്നെ 12, 12:30, 1 മണിയൊക്കെ ചിലപ്പോൾ ആവും. അത് സമയം അങ്ങനെ നീളുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ അതിന് ദിവസം പിന്നെ യാതൊരുവിധ ശബ്ദവും ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ നാഴികമണി പോലും മൂടിയിടുന്ന അവസ്ഥ. കാറ്റത്ത് പോലും ആ നാഴികമണിയുടെ ശബ്ദം ഭഗവാനെ അലോസരപ്പെടുത്തരുത് എന്നുള്ള ആ ഒരു കാഴ്ചയിൽ. കാരണം അത്രയും ക്ഷീണിച്ചല്ലേ ഭഗവാൻ ഈ ഗ്രാമപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വേട്ടയാടലൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വിശ്രമിക്കുന്ന, അതായത് നിദ്ര ചെയ്യുന്ന ആ ഒരു സമയം. ഒരാൾ പോലും ശബ്ദമുഖരിതമായി സംസാരിക്കാൻ ഉണ്ടാവരുത്, അങ്ങനെ സംസാരിക്കരുത് എന്നുള്ള ചിന്തയിൽ ഭഗവാനെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം രാവിലെ ഏകദേശം അന്ന് നിർമ്മാല്യ ദർശനമില്ല, 3 മണിക്കൊന്നും എണീക്കില്ല, അടിയിക്കില്ല, നാഴികമണി അടിക്കില്ല. ഏകദേശം ഒരു 6 മണിയൊക്കെ ശേഷം പശുവും പശുക്കുട്ടിയും കൊണ്ടുവന്നിട്ട് ആ പശുക്കുട്ടിയുടെ ശബ്ദത്തിൽ ആണ് ഭഗവാൻ ഉണരുന്നത് എന്നുള്ള ആ ഒരു സങ്കല്പമാണ്. അതാണ് ഇന്നും തുടർന്ന് പോരുന്നത്. പിന്നെ രാവിലെയും വൈകിട്ടും കാഴ്ചശിവേലി ഉണ്ടാവും. കൊടിമരച്ചോട്ടിലാണ് പഞ്ചലോഹത്തിടമ്പാണ് ഉണ്ടാവുക. പിന്നീട് ആറാട്ടുതിടമ്പ് എന്നാണ് ഈ പഞ്ചലോഹത്തിടമ്പിന് പറയുക. ആറാട്ടുതിടമ്പ് എടുത്ത് അതും കാണാനുള്ള അപൂർവമായ ഭാഗ്യങ്ങളാണ്. ഈ സമയത്ത് മാത്രമാണ് ആ പഞ്ചലോഹത്തിടമ്പ് പുറത്തേക്ക്, ആറാട്ടിന് മാത്രമാണ് ആ തിടമ്പ് എടുക്കാറുള്ളൂ. വീണ്ടും ഗ്രാമപ്രദക്ഷിണമാണ്. എന്നിട്ട് ഭഗവതിക്കെട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആറാട്ടുകടവിലാണ്. അത് ആറാട്ടുകടവിൽ ഭഗവാൻ ഇറങ്ങുന്നത് വരെ മറ്റൊരാൾക്കും ഇറങ്ങാനുള്ള സൗകര്യം ഇതില്ല. അപ്പോൾ റെഡ് ലൈറ്റ് അങ്ങനെ കത്തി നിൽക്കും. അതിനുശേഷം ഭഗവാൻ കുളിച്ച് കയറി ആറാട്ട് കഴിഞ്ഞാൽ മാത്രമാണ് പച്ച ലൈറ്റ് കത്തുക. അതിനുശേഷമാണ് ഭക്തരൊക്കെ ആ ഭഗവാൻ കുളിച്ച അമൃത് ജലത്തിൽ ബാക്കിയുള്ള ഭക്തരൊക്കെ കുളിക്കുന്നത്. അതിനുശേഷം അന്നത്തെ ഉച്ചപൂജ ഭഗവതിക്കെട്ടിലാണ്. ഭഗവതിയുടെ കൂടെ ഇരുന്നിട്ട് ആണ് ഉച്ചപൂജ ഭഗവാന് നടക്കുക. അത് 12 പ്രദക്ഷിണം ആണ് ഏകദേശം ഉണ്ടാവുക. കൊടിയിറക്കം ഉണ്ടാവുന്നത് രാത്രി 12 മണിയോടെയാണ്. 8ാമത്തെ ഉത്സവം മുതലാണ് സ്വർണ്ണക്കോലത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക. ഇത്രയൊക്കെയാണ് ഭഗവാന്റെ ഉത്സവം ഈ പ്രാവശ്യം വരുന്നത്. ഇപ്പോൾ ഇന്ന് 2-ാം തീയതി മുതൽ കലശം തുടങ്ങുകയാണ്. അതിനുശേഷം മാർച്ച് 10-ന് ആണ് ഉത്സവം ആരംഭിക്കുക. അന്ന് തന്നെയാണ് ആനയോട്ടമൊക്കെ. അപ്പോൾ എല്ലാവർക്കും
എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ചടങ്ങുകൾ കാണാനും ഉത്സവത്തിന് ഒരു ദിവസമെങ്കിലും വന്ന് ഭഗവാനെ തൊഴാനും കഴിയട്ടെ എന്ന് ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഉത്സവ സമയം നാടും നഗരവും എല്ലായിടത്തും ഉത്സവത്തിൻ്റെ ആ ഒരു അലങ്കാരങ്ങളും കളികളും മത്സരങ്ങളും മറ്റുമായി ധാരാളം കാഴ്ചക്കാർക്ക് വേണ്ടതെല്ലാം, അതായത് ഗുരുവായൂർ മൊത്തം ഉത്സവ നഗരിയാണ് ആ സമയത്ത്. അപ്പോൾ അത്രയും കാഴ്ചയ്ക്കുള്ള നമുക്ക് സമയം കളയാൻ മറ്റ് വഴികളൊന്നും ആലോചിക്കേണ്ടതില്ല. ഇവിടെ തന്നെ ആനക്കോട്ട മുതൽ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരം മുഴുവൻ ഓരോരോ കളികളും ഓരോരോ കാര്യങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് ഉത്സവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ ഉത്സവം തിരുവുത്സവം കാണാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.